അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ജബലുന്നൂർ എന്ന പർവ്വത ശിഖരത്തിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു 5-6 മാസം മുമ്പ് വരെ ഉണ്ടായിരുന്ന വഴി ഈ ഒരു വഴിയായിരുന്നു. അഥവാ താഴോട്ടേക്ക് ഇങ്ങനെ കുത്തനെ ഇറങ്ങി പോകുന്ന ഒരു ചെറിയ വഴി, നടപ്പാത വളഞ്ഞ് താഴോട്ട് ആ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തുകയും അവിടുന്നായിരുന്നത് ആ 2 ഭാഗത്തും കെട്ടിയടച്ചിട്ടുണ്ട്. ആ ചെറിയ റോഡ് കണ്ടില്ല, ആ റോഡിൽ നിന്ന് വരുന്ന ആ കെട്ടിയടച്ച ഭാഗത്തേക്ക് വന്നിട്ട് അവിടുന്ന് നേരെ ഇങ്ങനെ കുത്തനെ കയറാറായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോൾ സൗദി ഗവൺമെൻറ് അതൊക്കെ വളരെ വിശാലമായ റോഡാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വഴിയിൽ നിന്ന് അപ്പുറത്തെ സൈഡ് കണ്ടില്ല, അതായത് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്ന ഈ ഭാഗം, ആ ഭാഗത്തൂടെ ഇതുവരെ ഉയർന്ന പർവ്വതത്തിൻ്റെ അടിഭാഗം വരെ റോഡ് ആക്കിയിട്ടുണ്ട്. വളരെ വിശാലമായ റോഡ്, സ്റ്റെപ്പും കെട്ടി സൈഡിൽ സ്റ്റെപ്പും കൊടുത്തിട്ട് വികസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന മല മാത്രമേ ഇനി കയറേണ്ടതുള്ളൂ. അപ്പോൾ ജബൽനൂർ കയറാൻ താല്പര്യമുള്ളവർക്ക് വളരെ സുന്ദരമായി ഇപ്പോൾ കയറാൻ സാധിക്കും. ആ മലയുടെ മുകളിലേക്ക് വന്നാൽ അവിടെ നിന്ന് മസ്ജിദുൽ ഹറാമും ഒക്കെ വളരെ സുന്ദരമായി കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ, അഥവാ 40 വയസ്സ് പൂർത്തിയായി 6 മാസത്തോളം നിരന്തരമായി ഇവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. റമദാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു മാസം മുഴുവനും ഇവിടെ ഇവിടെ അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. ഈ പർവ്വതത്തിൻ്റെ മുകളിലെത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ക്ലോക്ക് ടവറാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് മസ്ജിദുൽ ഹറാമിൻ്റെ മിനാരങ്ങൾ ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇത് പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിയതിന് ശേഷം ഇങ്ങനെ കുറച്ച് താഴോട്ട് ഇറങ്ങണം. അതാണ് പിന്നെ ചെറിയ മതിൽക്കെട്ട് കെട്ടിയതാണ് ഏറ്റവും ഉയർന്ന സ്ഥലം. അവിടുന്ന് വീണ്ടും പിന്നെ താഴോട്ടേക്ക് ഇങ്ങനെ ഒരു മടക്കിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് രണ്ടാമത്തെ ഒരു സ്ഥലമുണ്ട്. ഈ ഒരു ഭാഗത്താണിത് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ആ ഒരു പാറക്കല്ലുകൾക്കടിയിലാണ് ഹിറാ ഗുഹ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ കഷ്ടിച്ചൊരാക്കി ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് അവിടെ ഇരുന്ന് വിശുദ്ധ കഅബാലയം നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിമഗ്നനായിരിക്കാറായിരുന്നു പതിവ്. അതായി കാണുന്ന ആൾക്കാർ താഴോട്ടേക്ക് ഇറങ്ങി അവിടെ കണ്ടില്ല ചെറിയൊരു, ഞാൻ കാണിച്ചു തരാം, ചെറിയ 2 പാറകൾ ഇങ്ങനെ ക്രോസായി നിൽക്കുകയും അതിനടിയിൽ ആൾക്കാർ തിങ്ങി നിൽക്കുന്നത് കണ്ടില്ല. അവിടെ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ആൾക്കാർ തിക്കും തിരക്കും കൂട്ടുകയാണ്. ആ ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിൻ്റെ മുമ്പ് ഇബാദത്തിലായി കഴിഞ്ഞിരുന്നത്. പിന്നീട് വെച്ച് സൂറത്തുൽ അലഖിലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നീ 5 ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുക്കുകയും അത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭ്രാന്തി പൂണ്ട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഇറങ്ങി ഓടുകയും ചെയ്ത ആ സംഭവം എല്ലാം നടക്കുന്ന അതിനെല്ലാം സാക്ഷ്യം വഹിച്ച ആ ഒരു ഗുഹയാണിത് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതിലേക്ക് ആൾക്കാർ കയറി പോവുകയും വരികയൊക്കെ ചെയ്യുന്ന രംഗമാണ് ഈ കാണുന്നത്. ചെങ്കുത്തായ മലയാണ്. ഏതായാലും അത് കയറി അവിടെ എത്താനും അവിടുത്തെ ബർക്കത്തെടുക്കാനും വേണ്ടി വിശ്വാസികൾ എന്ത് ത്യാഗവും സഹിച്ചും അവിടെ ചെല്ലാൻ ശ്രമിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു പ്രഭാത വേളയിൽ ഞാനും ഇതാ ആ മല കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പരിശുദ്ധ ദീനിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ഓർമ്മിപ്പിക്കുമാർ വളരെ പ്രയാസം നിറഞ്ഞ ഒരു മലയാണിത്. ഇതിൻ്റെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്നുകൊണ്ട് ആ ഖുറൈശികളിലെ, ആ മക്കയിലെ അന്നത്തെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് വേദനിച്ചുകൊണ്ട് ഇവിടെ വന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ ആ ഒരു സമയത്ത് ഈ മലയുടെ മുകളിലേക്ക് എങ്ങനെയായിരുന്നു റസൂൽ കയറിയത്?